ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ വാർത്തയ്ക്ക് പിന്നാലെ പരിഹാസവുമായി നടൻ ഷൈൻ ടോം ചാക്കോ. ഹോട്ടലിന്റെ മുകളിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്ന സിനിമാ രംഗം പങ്കുവെച്ചുകൊണ്ടാണ് നടന്റെ പരിഹാസം. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഷൈൻ പരിഹാസ വീഡിയോ പങ്കുവച്ചത്. വിഷ്ണു പ്രകാശ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഈ ഒരു പരിഹാസ ചുവയോടെയുള്ള വീഡിയോ മാത്രമല്ല പങ്കുവച്ചിരിക്കുന്നത്. അവാർഡ് ലഭിച്ചതും മറ്റു സ്റ്റോറികളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് കഞ്ചാവ് ഉപയോഗിച്ച് മോശമായി, ലഹരി ഉപയോഗിച്ച് മോശമായി ഒരു നടിയോട് പെരുമാറി എന്ന ഗുരുതര ആരോപണം നിലനിൽക്കെ ഒരു കൂസലമില്ലാതെ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയും എടുക്കില്ല എന്നൊരു ധൈര്യമുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സ്റ്റോറികളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുന്നത്, അല്ലേ? സന്ധ്യ, തീർച്ചയായും എന്തു വന്നാലും എന്നെയൊന്നും തൊടാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഷൈൻ ടോം ചാക്കോ ഇന്നലെ പുലർച്ചയോടുകൂടി അവിടെ ഹോട്ടലിൽ നിന്നും വെക്കേറ്റായി അവിടെ നിന്നും ചാടി രക്ഷപ്പെട്ടതിന് ശേഷം ഈ ഷൈൻ ടോം ചാക്കോയെ തിരഞ്ഞ് ആണ് ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും ഷൈൻ ടോം ചാക്കോ എവിടെ എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോ തൻ്റെ സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഷൈൻ ടോമിൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്ത ആളുകൾ മെൻഷൻ ചെയ്തിട്ടിരിക്കുന്ന പോസ്റ്റുകൾ റീഷെയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിലവിൽ വന്നിരിക്കുന്നത്. ധാരാളം പോസ്റ്റുകൾ ഷൈൻ ടോം ചാക്കോ ഇതുപോലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആരാധകർ തന്നെ അദ്ദേഹത്തെ മെൻഷൻ ചെയ്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ റീഷെയർ ചെയ്തിട്ടുള്ളത്. അതിൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ള തരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അതിൽ ഈ ഹോട്ടലിൽ നിന്നും ചാടി രക്ഷപ്പെട്ടതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അത്തരത്തിൽ ചാടിയ വീഡിയോയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ എവിടേക്ക് പോയി എന്ന അർത്ഥത്തിൽ വരുന്ന തരത്തിലുള്ള വിവിധ വീഡിയോകളും അതോടൊപ്പം തന്നെ ഈ സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷനും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പോസ്റ്റുകളും ഷൈൻ ടോം ചാക്കോ റീഷെയർ ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ടത് എങ്ങോട്ടേക്കാണ് പോയത് എന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയരുന്നുണ്ട്. അതിനിടയിൽ നോക്കൂ, എവിടെയോ ഇരുന്ന് ഒരു പ്രശ്നവുമില്ലാതെ ഒരു കൂസലുമില്ലാതെ ഷൈൻ ടോം ഇപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറിയും ഇട്ടിരിക്കുകയാണ്. ഈ താരത്തിനെതിരെ ഇനി എന്തൊക്കെ നടപടി ഉണ്ടാകാനാണ് സാധ്യത? തീർച്ചയായും നമുക്ക് ഈ ഒരു കേസിൽ ഇപ്പോൾ കിട്ടുന്നത് ഷൈൻ ടോം ചാക്കോ അവിടുന്ന് രക്ഷപ്പെട്ടതോടുകൂടി നമുക്ക് ഈ കേസ് നിലനിൽക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും ലഹരി പിടികൂടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, കൈവശമുള്ള ലഹരി പിടിയേണ്ട കാര്യമുണ്ട്. എന്നാൽ അത് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ ആരോപണം നിലനിൽക്കുമ്പോൾ വിൻസി ആരോപിച്ച കാര്യങ്ങളിൽ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി പോലീസ് അന്വേഷണം ചെയ്യണം, ചോദ്യം ചെയ്യണം. അതിൻ്റെ നടപടികളാണ് പോലീസ് ഇപ്പോൾ നടത്തി വരുന്നത്. ഷൈൻ ടോം ചാക്കോ വെളുപ്പിന് 3 മണിയോടുകൂടി ഹയാത്ത് ഹോട്ടലിൽ നിന്നും പുറത്തു പോയി അവിടുന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോയി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പങ്കുവയ്ക്കുന്നത്. അവിടെ നിന്നും എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ക്ലൂവുമില്ല. കേരളം വിടാനുള്ള ഒരു സാധ്യതയും പോലീസ് അതിൽ കണക്ക് കൂട്ടുന്നുണ്ട്. കേരളം വിടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പോലീസ്. ഏതായാലും നിലവിൽ പരാതിയില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു തെളിവൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്ത് നടപടി താരത്തിനെതിരെ ഉണ്ടാകും എന്നതിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ഒരു സിനിമാ സംഘടനകൾ ഇയാൾക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്നത് നോക്കി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.